സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് അടുത്ത ശനിയാഴ്ച ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 1 വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം മാത്രമേ ക്വസ്റ്റ്യൻ വായിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കാം. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോ ആണ്. കൊച്ചി വാട്ടർ മെട്രോ. പാഴ്സി ലേഡി എന്ന ചിത്രം ആരുടേതാണ്? പാഴ്സി ലേഡി രാജാ രവിവർമ്മയുടേതാണ്. രാജാ രവിവർമ്മ. ചിത്രത്തിന്റെ പേര് പാഴ്സി ലേഡി. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം? കേരളം. കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത്? മീനങ്ങാടിയാണ്. വയനാട് ജില്ലയിലെ മീനങ്ങാടി കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയത്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ? അമിതാവ് ഘോഷ് ആണ്. ഇറാസ്മസ് പുരസ്കാരം അമിതാവ് ഘോഷ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2023 ആഘോഷിച്ചത്? 50ാം വാർഷികമാണ്. 50ാം വാർഷികം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം? ഗ്രീൻ ഹൈഡ്രജൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ? മനുഷ്യാവകാശ കമ്മീഷൻ ശ്രീ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. മനുഷ്യനെ അരനൂറ്റാണ്ടിനു ശേഷം വീണ്ടും ചന്ദ്രനിലെത്തിക്കുവാനുള്ള നാസയുടെ ദൗത്യം? ആർടെമിസ്. ആർടെമിസ് എന്നത് മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുവാനുള്ള നാസയുടെ ദൗത്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് മഹാരാഷ്ട്രയിലാണ്. യൂണിവേഴ്സിറ്റിയുടെ പേരാണ് യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റി എന്നത്. മഹാരാഷ്ട്ര. ഇന്ത്യയുടെ 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ആരാണ്? 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. നിലവിൽ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. BR ഗവായ്. അടുത്ത ചോദ്യം, 2023 ജൂലൈ 14 ISRO വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 റോവറിന്റെ മിഷൻ ലൈഫ് എത്രയാണ്? 14 ഭൗമദിനങ്ങൾ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ആണ്. റോവറിന്റെ മിഷൻ ലൈഫ് 14 ഭൗമദിനങ്ങൾ. ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ആണ്. 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻകർ. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സോനാമാർഗ് തുരങ്കം ദേശീയപാത 1 ആണ്. ദേശീയപാത 1. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ? ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി ബോൾഗാട്ടി, കൊച്ചിയിലെ ബോൾഗാട്ടിയിലാണ്. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്ധ്വ തടാകം, തടാകത്തിന്റെ പേര് ഉദ്ധ്വ തടാകം, സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ IBCA ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് IBCA. IBCAയുടെ ആസ്ഥാനം ഡൽഹിയാണ്. ഡൽഹി.
മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. നിലവിൽ ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 274 ഉപഗ്രഹങ്ങളാണ് ശനിക്ക് ഉള്ളത്. 274. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ശനി. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം 118ആണ്. 118. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതി. നഗരങ്ങളിലെ ഭൂവിവരം നക്ഷ. പദ്ധതിയുടെ പേര് നക്ഷ. നാഷണൽ ജിയോസ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻസ്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 മനു ഭാക്കറാണ്. മനു ഭാക്കർ. ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായത്. മികച്ച കളക്ടർ NSK ഉമേഷ് ആണ്. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സിന് വേദിയാകുന്നത് സൗദി അറേബ്യയിലെ റിയാദാണ്. സൗദി അറേബ്യയിലെ റിയാദ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ല. എവിടെ നിന്നുമാണ്? ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല. ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട ദേശീയോദ്യാനം 58ാമത് മാധവ് ദേശീയോദ്യാനമാണ് മധ്യപ്രദേശ്. ഫിഡെ അണ്ടർ-20 ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയത് പ്രണവ് വെങ്കടേഷ് ആണ്. പ്രണവ് വെങ്കടേഷ്. കൃത്യമായ വിള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ISROയുടെ ചെയർമാൻ വി നാരായണൻ. അർബൻ വേട്ട എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. പുസ്തകത്തിന്റെ പേര് അർബൻ വേട്ട. രചയിതാവ് A. സജി കുമാറാണ്. A. സജി കുമാർ. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്കാണ്. പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. ഫോർട്ട് വില്യം എന്നറിയപ്പെട്ടിരുന്ന കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പേര് ഫോർട്ട് വില്യം. അറിയപ്പെട്ടിരുന്നത് വിജയ് ദുർഗ് എന്നാണ്. ഇപ്പോഴത്തെ പുതിയ പേര് വിജയ് ദുർഗ്. മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഫോർട്ട് വില്യം. തദ്ദേശ പുരസ്കാരത്തിന് അർഹമായ മികച്ച ജില്ലാ പഞ്ചായത്ത്. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം. ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം ഡിസംബർ 18. ഡിസംബർ 18. വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണ സ്ഥാപനം. വജ്ര ജൂബിലി ആഘോഷിക്കുന്നത് ആകാശവാണിയാണ്. ആകാശവാണി. ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഡി ഗുഗേഷ് ആണ്. ഡി ഗുഗേഷ്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ് കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം. 2025 ജനുവരി ബ്രിക്സിൽ അംഗത്വം നേടിയത് ഇന്തോനേഷ്യ. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത്. ഐവറി പുരസ്കാരം 2024 KS ചിത്രയാണ്. KS ചിത്ര. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? സ്കിൻ ബാങ്ക് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. ഹരിവരാസന പുരസ്കാരം 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 സൂപ്പർ സദൃശ്യമായ ദിവസം.
സൂപ്പർ സൺ 2025 ജനുവരി 4 ജനുവരി 4. പാർലമെന്റ് ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി. പാർലമെന്റ് ഇംപീച്ച് നടപടികൾക്ക് ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. ജസ്റ്റിസ് വി രാമസ്വാമി. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാം? 3 യുദ്ധക്കപ്പലുകൾ: INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷ്യം. നീലഗിരി, സൂററ്റ്, വാക്ഷ്യം. US ബഹിരാകാശ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണ്? ശുഭാൻശു ശുക്ലയാണ്. ശുഭാൻശു ശുക്ല. ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു? ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കുലശേഖരപട്ടണമാണ്. തമിഴ്നാട്ടില് കുലശേഖരപട്ടണമാണ് ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം. WWFന്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ലോകവ്യാപകമായി വന്യജീവികളുടെ ജനസംഖ്യ എത്ര ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട്? 73% വരെയാണ് കുറഞ്ഞിരിക്കുന്നത്. 73%. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ലോക ബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗയാണ്. അജയ് ഭംഗ. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്. സെൻട്രൽ വിസ്ത പദ്ധതി പാർലമെന്റ് സമുച്ചയ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. പദ്ധതിയുടെ പേര് കരുത്ത്. അടുത്ത ചോദ്യം, 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജ് ആണ്. പൃഥ്വിരാജ്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ നൽകിയിരിക്കുന്ന പേര് പുഷ്പക് എന്നാണ്. പുഷ്പക്. ISROയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആര്? കൃതിയുടെ പേര് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. ആരുടേതാണ്? മാധവ് ഗാഡ്ഗിൽ. അവതാരിക എഴുതിയത് ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ ആണ്. തിരുവനന്തപുരം സെൻട്രൽ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുകേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഡിങ് ലിറൽ. ഡിങ് ലിറൽ. 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിന്റെ സ്പെഡെക്സിന്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ചേസർ, ടാർജറ്റ് എന്നിവ. ചേസർ SDX-01, ടാർജറ്റ് SDX-02. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് സ്പെഡെക്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ. അടുത്ത ചോദ്യം, 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി. ലോക ക്ഷീര ഉച്ചകോടി പാരീസ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത് അംഗം ഇസ്രായേലാണ്. എത്രാമതാണ്? 69. 2024 വയലാർ അവാർഡിന് അർഹനായത്. വയലാർ അവാർഡ് 2024 അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിൽ. പ്രശസ്ത ലെറ്റർ ബോക്സ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച 2024 പുറത്തിറങ്ങിയ ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം നേടിയ മലയാള സിനിമ ഏതാണ്? ബ്രഹ്മയുഗമാണ്. ബ്രഹ്മയുഗം.
സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ദേശീയ അംബാസിഡറായി 2024 നിയമിതയായ ചലച്ചിത്ര നടി. സൈബർ സുരക്ഷ രശ്മിക മന്ദാന. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായത് സച്ചിൻ ടെണ്ടുൽക്കർ. ബാങ്ക് ഓഫ് ബറോഡ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. വിജയ കിഷോർ രഹത്കർ. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ 3 എന്നത്. പ്രോബ 3 എന്നത് ആരുടെ ദൗത്യമാണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് കൊറോണയെക്കുറിച്ച് പഠിക്കുവാനായിട്ട്. പ്രോബ 3. മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത് പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോടാണ്. കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിത നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോട്. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിന് അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനമാണ് സഹജ. ക്യാൻസർ മരുന്നുകളുടെ GST എത്ര ശതമാനമായിട്ടാണ് കുറച്ചത്? ക്യാൻസർ മരുന്നുകളുടെ GST 5%. മുൻപ് അത് 12% ആയിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. അടുത്തിടെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ ഏതൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ജിനു സക്കറിയ ഉമ്മൻ. അരുന്ധതി റോയുടെ ആദ്യത്തെ ഓർമ്മക്കുറിപ്പ് മദർ മേരി കംസ് ടു മീ എന്നത്. അരുന്ധതി റോയുടെ ഓർമ്മക്കുറിപ്പ് മദർ മേരി കംസ് ടു മീ. കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ ഹിൽകോൾ ആണ്. ഹിൽകോൾ. ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കുന്നത് അഹമ്മദാബാദിനെയും ഭുജിനെയുമാണ്. അഹമ്മദാബാദ്, ഭുജ്. 2024 നവംബറിൽ അന്തരിച്ച ആദ്യ ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ വ്യക്തി ആരാണ്? കിക്കി ഹക്കൻസൺ ആണ്. കിക്കി ഹക്കൻസൺ. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത്. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ KN ഹരിലാൽ ആണ്. KN ഹരിലാൽ. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനൈറ്റ്സ് ആണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനൈറ്റ്സ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ നാഷണൽ പുരസ്കാരത്തിന് അർഹനായത് ജിംസിത് അമ്പലപ്പാട്. ഡോക്ടർ അംബേദ്കർ നാഷണൽ പുരസ്കാരത്തിന് അർഹനായത് ജിംസിത് അമ്പലപ്പാട്. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് ജൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻകാങ്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു. ഹാൻകാങ്. 2024 ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് 176 ആണ്. 176. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് കേരളം.
അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025 നടന്നത് പാരീസിലാണ്. 2026 നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. വൃദ്ധരുടെ ക്ഷേമത്തിനായി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ആരംഭിക്കുന്ന വയോജന സൗഹൃദ പദ്ധതി. പദ്ധതിയുടെ പേര് സഹയാത്ര. വൃദ്ധരുടെ ക്ഷേമത്തിനായിട്ട് സഹയാത്ര എന്ന പദ്ധതി ആരംഭിക്കുന്ന പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വെങ്ങാനൂർ ആണ്. ലോകത്തിൽ ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഫിൻലാൻഡ്. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം. സുസ്ഥിര വികസനത്തിനുള്ള UN ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരം തിരുവനന്തപുരം. ഇന്ത്യയുടെ തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതയായത് മനു ഭാക്കർ. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. 2024 G20 നടന്നത് ബ്രസീൽ. UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. ചാറ്റ് GPT ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ഗ്രോക്ക് ആണ്. ഗ്രോക്ക്. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക്. 2024 ലോക സുന്ദരി മത്സരത്തിന്റെ വേദിയായത് മുംബൈ. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡൻ. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ. പേര് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപീചന്ദ് തോട്ടക്കുറ. ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പേർഡ് ബഹിരാകാശ പേടകത്തിലാണ് യാത്ര പൂർത്തിയാക്കിയത് ഗോപീചന്ദ് തോട്ടക്കുറ. രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം രചിച്ചത് തോമസ് മാത്യു. റിസർവ് ബാങ്ക് പുറത്തുവിട്ട 2023-24 റിപ്പോർട്ട് പ്രകാരം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 807 രൂപ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേര്. ശ്രീ അന്നം, ശ്രീ മന്നം എന്നിവ എന്ത് ഇനങ്ങളാണ്? മരച്ചീനി ഇനങ്ങളാണ്. നീതി ആയോഗ് ICMR തെരഞ്ഞെടുത്ത രാജ്യത്തെ 5 മെഡിക്കൽ കോളേജുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ബീഹാറിന്റെ പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 1 മിനിറ്റും 24 സെക്കൻഡും മാത്രം നീണ്ടുനിന്ന രാജ്യത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം എന്ന റെക്കോർഡ് ഏത് ഗവർണറുടെ പേരിലാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കലാസംഘം റിതം. പട്ടുനൂൽ പുഴു എന്ന നോവൽ എഴുതിയത് പട്ടുനൂൽ പുഴു S. ഹരീഷ്. ജിംനേഷ്യ കേന്ദ്രങ്ങളിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന. ഓപ്പറേഷൻ ശരീര സൗന്ദര്യം. സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി വെങ്ങപ്പള്ളി. ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിന്റെ ആദ്യ AI പ്രോസസർ കൈരളി. സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറിയായിട്ട് നിയമിതനായത് A. ജയതിലക്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. കേരള ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രി ആർ ബിന്ദു. കേരള പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് സ്പേസ് എക്സുമായി. ഹെക്സ് 20 എന്താണ്? ഹെക്സ് 20 അയിത്തജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മനത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥയ്ക്ക് 2024 എത്ര വർഷം തികഞ്ഞു? സവർണ ജാഥ 100 വർഷമാണ് 2024. ക്ഷയരോഗമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന വർഷം 2025. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ ആണ് കെ റീപ്പ് എന്നത്. സോഫ്റ്റ്വെയറിന്റെ പേര് കെ റീപ്പ്. 2024 അന്തരിച്ച മലയാളത്തിൽ കവിതകൾ എഴുതിയ ആസാമീസ് കവി ബിപുൽ റേഖൻ. ബിപുൽ റേഖൻ. കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയുടെ പേര് ട്രാസ്ന. കേരളത്തിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയാണ് ട്രാസ്ന. മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയ നിർമ്മിത ബുദ്ധി. അന്തരിച്ച PN നാരായണൻ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാക്യാർ കൂത്ത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലം. ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ മ്യൂസിയം അക്ഷര മ്യൂസിയം. കോട്ടയം ജില്ലയിലെ അക്ഷര മ്യൂസിയം. കേരളത്തിലെ പ്രഥമ ആണവോർജ നിലയം നിലവിൽ വരുന്ന ജില്ല. പ്രഥമ ആണവോർജ നിലയം കാസർഗോഡാണ്. കാസർഗോഡ്. 2024 ജൂലൈയിൽ വയനാട് ജില്ലയിൽ നിരവധി പേരുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കുമിടയാക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം മുണ്ടക്കൈ ചൂരൽമലയാണ്. ചൂരൽമല ഏത് പഞ്ചായത്തിലാണ്? മേപ്പാടിയാണ്. താലൂക്ക് വൈത്തിരി. മെത്തനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് മെത്തനോൾ കായംകുളമാണ്. കായംകുളം. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. നാറ്റോ രൂപീകരിച്ചതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ആഘോഷിച്ചത്? നാറ്റോ 75ാം വാർഷികം. 2024 ലോക പുകയില വിരുദ്ധ ദിന സന്ദേശം. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. സന്ദേശം: പുകയില വ്യവസായ ഇടപെടലുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ലോകത്ത് ആദ്യമായി 60 ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം. ലോകത്ത് ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് ഇംഗ്ലണ്ട്. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം. റോക്കറ്റിന്റെ പേര് SR-75. മെഴുക് ഉപയോഗിച്ച് വിക്ഷേപിച്ചത് ജർമ്മനി. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിലെത്തിയ ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ ആണ്. ബ്രിട്ടന്റെ ക്രിസ് ബ്രൗൺ. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം എക്സ്പോസാറ്റ് ആണ്. എക്സ്പോസാറ്റ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം. വിക്ഷേപിച്ചത് 2024 ഫെബ്രുവരിയിൽ. ഇൻസാറ്റ് 3S ആണ്. ഇൻസാറ്റ് 3S.
സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സ്പേസ് ഇന്ത്യ സഞ്ജന സംഘി. ലക്ഷദ്വീപിൽ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്കാണ് കവരത്തി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു. യുണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം യുണിസെഫ് കരീന കപൂർ. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ അടുത്തിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? KS മണിലാൽ. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജഗതി ശ്രീകുമാർ. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽ പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? 2025 ഏപ്രിൽ 6 രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽ പാലമാണ് പാമ്പൻ പാലം രാമേശ്വരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ് 2025 ഏപ്രിൽ 6 ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. പുസ്തകത്തിൻ്റെ പേര് മാർച്ച് ഓഫ് ഗ്ലോറി. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കായുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായത് കേരളം. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായത് ഗായത്രി ചക്രവർത്തി സ്പിവാക്. ഹോൾബർഗ് പുരസ്കാരം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചാലഞ്ച് ഗ്രാന്റിന് അർഹനായത് ഡോക്ടർ ഗൗതം ചന്ദ്ര. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ HV ഈശ്വർ. 2024-25 ഇന്ത്യയുടെ GDP വളർച്ച 6.4%. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇന്ത്യ. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. N. രാമചന്ദ്രൻ പുരസ്കാരത്തിന് അർഹയായത് പുരസ്കാരം ശബാന ആസ്മി. ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് രേഖ ഗുപ്ത. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്. നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിൻസന്റെ 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത തിരുത്തിയത്. ISROയുടെ 100ാമത്തെ വിക്ഷേപണം NVS-02 ISROയുടെ 100ാമത്തെ വിക്ഷേപണം. GSLV F-15 എന്ന റോക്കറ്റിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം ISRO നടത്തിയത്. 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ബിയോൺസെ. പോപ്പ് താരം ബിയോൺസെ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയുടെ പേര്.
എവറസ്റ്റിലെ മലിനീകരണം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയത് നേപ്പാൾ. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2019-25 കാലയളവിലായി 8 ബജറ്റുകൾ അവതരിപ്പിച്ചത്. തുടർച്ചയായി 7 ബജറ്റുകൾ അവതരിപ്പിച്ച CD ദേശ്മുഖിന്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തിയത്. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക സംവിധാനം സ്വ-റെയിൽ. കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിക്ക് അർഹനായത് ചെറുവയൽ രാമൻ, പ്രൊഫസർ ഓഫ് പ്രാക്ടീസ്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് എ നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന്. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊക്കാറ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം സൗദി അറേബ്യ. രാത്രി 12 ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. പുസ്തകത്തിന്റെ പേര് രാത്രി 12 ശേഷം. അഖിൽ പി ധർമ്മജൻ. 2025 ഏപ്രിലിലെ റിപ്പോർട്ട് അനുസരിച്ച് റിപ്പോ നിരക്ക് എത്ര ശതമാനമാണ്? റിപ്പോ നിരക്ക് 6%. ലോക ഉപഭോക്തൃ ദിനം 2025 പ്രമേയം. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15. പ്രമേയം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഇന്ത്യ. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കുവാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആസാം. ആസാം സാറ്റ് എന്നാണ് ഉപഗ്രഹത്തിന് പേരിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക അവലോകന രേഖ പ്രകാരം ഇന്ത്യയിൽ സ്ഥിര ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളമാണ്. 2025 കബഡി വേൾഡ് കപ്പിന്റെ വേദി ഇംഗ്ലണ്ട്. ഇന്ത്യയിലെ ആദ്യ നദി ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദി ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഏറനാട്. ആശാ വർക്കർമാർക്ക് ഗ്രാജുവേറ്റ് പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് INTRV01. INNYY1 എന്നതായിരുന്നു പഴയ കോഡ്. 2024 ഡിസംബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? വാങ്കഡെ സ്റ്റേഡിയം. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത് KK ഷാജു. 2025 ഗോഗോ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായത് സൽമാൻ ഖാൻ. ബഹിരാകാശ ദൗത്യങ്ങൾക്കായി ISRO വികസിപ്പിച്ചെടുത്ത അതിവേഗ മൈക്രോ പ്രോസസ്സറുകളാണ് വിക്രം 3201, കൽപ്പന 3201 എന്നിവ. വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് കിരൺ റിജിജു. DRDO വികസിപ്പിച്ചെടുത്ത ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ BM-04. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. 2025 പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 75 ഉൽപ്പന്നങ്ങൾ. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് 8 ഏപ്രിൽ 2025. 2025 മാർച്ചിൽ കേരളത്തിൽ നിന്നും ഭൗമ സൂചിക പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തു കണ്ണാടിപ്പായ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. ആദ്യ ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച എത്രാം വാർഷികമാണ് 2025 ഏപ്രിൽ ആചരിക്കുന്നത്? 50-ാം വാർഷികം. ലോക കരൾ ദിനം
ഏപ്രിൽ 19 2025 പ്രമേയം ഫുഡ് ഈസ് മെഡിസിൻ. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.